നിരവധി കമൻറ്റുകൾ, സ്ത്രീകളുടെ ഒരുപാട് കമൻറ്റുകളൊക്കെ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ത്രീകൾ എൻ്റെ സംസാരം കേൾക്കുന്നെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഇന്നത്തെ ഒരു ദിവസം സ്ത്രീകളോട് വേണ്ടി മാത്രമായ ഒരു അല്പം കാര്യം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ആഗ്രഹങ്ങളും കൊണ്ട്, ഒരുപാട് നിങ്ങളുടെ സ്വപ്നങ്ങളും, ഒരുപാട് വലിയ വലിയ ഡ്രീമുകളൊക്കെ ഉള്ള പെൺകുട്ടികളുണ്ടാവും. അതൊക്കെ മാറ്റിവെച്ച് സ്വന്തം ഭർത്താവിൻ്റെ കൈപിടിച്ച് മറ്റൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ശരിക്കും ഒരു അനാഥയെ പോലെയാണ് നിങ്ങൾ കയറി ചെല്ലുന്നത്, അല്ലെ? ഒരു യതീമിനെ പോലെയാണ് ഒരു പെൺകുട്ടി. അതുകൊണ്ട് അത്രത്തോളം പ്രാധാന്യം അവർക്കുണ്ടെന്ന് പ്രവാചകൻ പഠിപ്പിക്കേണ്ട. സ്ത്രീകളെ നിങ്ങൾ നോക്കണം, സ്ത്രീകളെ മുഖത്തടിക്കരുത്, സ്ത്രീകളെ അങ്ങനെ ചെയ്യരുത്, സ്ത്രീകളെ നിങ്ങൾ അടിമകളെ പോലെ ഉപദ്രവിക്കരുത്. എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നു പുരുഷന്മാരെ, നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു പകൽ സമയത്ത് വഴക്ക് കൂടിയിട്ട് രാത്രി സമയത്ത് അവരുമായി ക്ഷയിക്കാൻ, ഒന്നിച്ച് കഴിയാൻ, അങ്ങനെ ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സ്ത്രീകൾ ഒരുപാട് പ്രയാസപ്പെടുന്നു. കാരണം സ്വന്തം ഒരു യതീമിനെ പോലെ ഞാൻ കറക്റ്റായി വെറുതെ പറഞ്ഞല്ല. സ്വന്തം മാതാവില്ല, പിതാവില്ല, ആങ്ങളമാരില്ല, അല്ലെ? ജീവിച്ച ആ കുടുംബ സാഹചര്യമില്ല, ആ നാടില്ല, ആ അയൽവക്ക ബന്ധമില്ല, എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീട്ടിലേക്ക് നിങ്ങൾ കയറി വരികയാണ്. മറ്റൊരു വീട്ടിലേക്ക് വന്നിട്ട് ഇവിടെ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നം ഉണ്ടാകും. ചില ആളുകളെങ്കിലും വിചാരിക്കും, മംഗലം കഴിഞ്ഞിട്ടാകുമ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നതിൽ ഭർത്താവിനായിരിക്കും എനിക്ക് കിട്ടുക, അദ്ദേഹം നോക്കിക്കോളും, അദ്ദേഹം എന്നെ ടൂർ കൊണ്ടുപോകും, അദ്ദേഹം എന്നെ അവിടെ കൊണ്ടുപോകും, അദ്ദേഹം എൻ്റെ ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഒരു ശക്തമായ ഒരു പിൻബലം നൽകുമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ പല സമയത്തും പല ഭാര്യമാരുടെയും സ്വപ്നങ്ങൾക്ക് ആ നിറം പകരാൻ ആ ഭർത്താക്കന്മാർ തയ്യാറാകുന്നില്ല. അല്ലെങ്കിൽ ഭർത്താക്കന്മാർ കുറ്റമായിട്ടില്ല, മറിച്ച് അവരങ്ങനെയല്ല ആഗ്രഹിക്കുന്നത്. തൻ്റെ ഭാര്യ അടങ്ങി ഒതുങ്ങി വീടുകളിൽ കഴിഞ്ഞ് ഇനിയൊന്നും പഠിക്കുകയൊന്നും വേണ്ട, ഇനിയിപ്പോൾ നിൻ്റെ മക്കളെ നോക്കി, നീ വീട് നോക്കി, നിൻ്റെ ഉമ്മ നോക്കി, ഉപ്പ നോക്കി, നിൻ്റെ ഉമ്മ ഒരേപോലെയാണ്, മാതാവും പിതാവും, അവരൊക്കെ നോക്കി ഇങ്ങനെ കഴിഞ്ഞാൽ മതി എന്ന് പറയും. അപ്പോഴും ആ സ്ത്രീയുടെ മനസ്സിൽ, ആ ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും, ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. താൻ പഠിച്ചെടുത്ത അല്ലെങ്കിൽ താൻ പഠിക്കേണ്ട ആ കംപ്ലീറ്റ് കോഴ്സ് പൂർത്തിയാക്കാത്തതിൻ്റെ വിഷമം അവൾക്കുണ്ടാവും. അല്ലെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾക്കുണ്ട് സ്വന്തമായി തൻ്റെ പിതാവ് ഒരുപാട് കഷ്ടപ്പെട്ട് എന്നെ നോക്കിയിട്ടുണ്ട്, ഒരു ആങ്ങളാണ് എന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് നോക്കിയിട്ടുണ്ട്, സ്വന്തമായി സമ്പാദിക്കണം, എൻ്റെ സമ്പാദിച്ചിട്ട് ഒരല്പം സമ്പാദ്യമെങ്കിലും ഒരു വിഹിതമെങ്കിലും എൻ്റെ വീട്ടുകാർക്ക് കൊടുക്കാൻ കഴിയണം. ഇനിയിപ്പോൾ ഭർത്താവ് എത്ര ഉന്നതിയിൽ നിന്നുള്ള വലിയ ബിസിനസ്സായിരുന്നാൽ പോലും, ഈ അടുത്ത കാലത്ത് ഒരു ബിസിനസ്സുകാരൻ്റെ ഭാര്യയുമായി ഞാൻ സംസാരിച്ചു. അപ്പോൾ അവർ പോലും പറഞ്ഞത് വലിയ ഹൈ ലെവലിൽ ജീവിക്കുന്ന, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളോട് വേണ്ടി മാത്രമായി ക്ലാസ് എടുക്കുന്നുണ്ട്, വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോൾ അവർ നല്ല ഹൈലി നല്ല ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർ പോലും പറഞ്ഞത്, എൻ്റെ ഉമ്മാക്ക് ഒരു പ്രശ്നം വരുമ്പോൾ, എൻ്റെ പിതാവിനൊരു പ്രശ്നം വരുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 10,000-20,000 എടുത്ത് കൊടുക്കാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമായതിന്. ഞാൻ ഭർത്താവ് തരുന്നതിനും മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി തരുന്നതിന് പരിധിയുണ്ട്. ഭർത്താവിന് എന്നെ നോക്കണം, എൻ്റെ 3-4 മക്കളെ നോക്കണം, അതിൻ്റെ അടുക്ക് എൻ്റെ ഉമ്മാക്ക് ഉപ്പാക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ എന്നും അസുഖമായിട്ടൊക്കെ സ്ഥിരമായിട്ട് ചിലവുണ്ടാകും. ഗുളികൻ്റെ മരുന്നിൽ നമുക്കറിയാം, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ അസുഖവുമായി ബന്ധപ്പെട്ട് എത്ര ചിലവ് വരുന്നു. അപ്പോൾ എന്തെങ്കിലും ശാരീരികമായ വൈകല്യങ്ങൾ, ഒരുപാട് ശാരീരികമായ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർക്ക് ചിലവിന് കൊടുക്കേണ്ട സമയമൊക്കെ വരുമ്പോൾ, പെൺകുട്ടികൾ മാത്രമുള്ള കുടുംബത്തിലാണെങ്കിൽ, 3 പെൺകുട്ടികൾ മാത്രമാണ് ഒരാൾക്കെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആ ഒരു പെൺകുട്ടിയാണ് താങ്കളെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അത്ര വിഷമമുണ്ടാവും. അപ്പം അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ നമുക്കുണ്ട്. ആ സ്വപ്നങ്ങൾക്ക് നിറം വെക്കാൻ നമുക്ക് സാധിച്ചില്ല വിവാഹ ജീവിതത്തിലൂടെ, അത് അവസാനിച്ചു. അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. 1-2 കുട്ടിയായപ്പോൾ ഒരു കുട്ടിയെ നോക്കണം, 2 കുട്ടിയെ നോക്കണം, 3 കുട്ടിയെ നോക്കണം, പിന്നെ ആ കുട്ടിയെ നോക്കലായി, വളർത്തലായി, അങ്ങനെ വളർത്തിയെടുത്തിട്ടോ പിന്നീട് നമുക്ക് ഭയങ്കരമായ പ്രതീക്ഷ ഉണ്ടാവും, അവൻ നമ്മളെ തിരിച്ചു നോക്കുന്നു. ഒരിക്കലുമില്ല. മാതാവിനെ വിശന്ന് കൊടുത്തു കൊല്ലുന്ന, മാതാവിനെ അടിച്ചു കൊല്ലുന്ന, മാതാവിനെ പള്ളിയിൽ പീഡിപ്പിക്കുന്ന മക്കളെ നമ്മൾ കാണുന്നു, അല്ല? ഈ അടുത്ത കാലത്ത് ഒരു കറക്റ്റടി മാതാവിന്. എന്തിനാ വെച്ചാൽ നല്ല എഞ്ചിനീയറാണ്, നല്ല പഠിച്ച ആളാണ്, നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. ഭൗതിക വിദ്യാഭ്യാസത്തെ, ഏത് വിദ്യാഭ്യാസമായാലും മനുഷ്യനാക്കുന്ന വിദ്യാഭ്യാസം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് പറയാം, നല്ല പഠിച്ചൊരു വിദ്യാഭ്യാസം നല്ല ഉള്ള ഒരു പുരുഷനാണ്. തലക്കടിച്ചു എന്താ ചോദിച്ചാൽ എന്താ ഉത്തരം പറഞ്ഞാൽ മതി. കാരണം ഭക്ഷണം നല്ല ഉണ്ടാക്കി കൊടുത്തില്ലല്ലോ മാതാവിന്, എന്താ ചെയ്യുക? അപ്പോൾ അങ്ങനെ നിങ്ങളെ ചെയ്യുന്നല്ല, നമ്മളെ മക്കൾ നമ്മളെ ചെയ്യുന്നല്ല. നമുക്ക് അത്രയും മാത്രം അവർ ഇങ്ങോട്ട് നോക്കുന്ന പ്രതീക്ഷയില്ല. നമ്മളെല്ലാ സ്വപ്നങ്ങളും അവരിൽ അവതരിപ്പിച്ചിരിക്കുന്നത്, എല്ലാ ആഗ്രഹങ്ങളും, നമ്മളെല്ലാ സ്വപ്നങ്ങളും മാറ്റിവെച്ച്, എല്ലാ ആഗ്രഹങ്ങളും മാറ്റിവെച്ച് ആ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ പിന്നീട് തിരിച്ചു കിട്ടണമെങ്കിൽ എത്രമാത്രം പ്രയാസമായിരിക്കും നമുക്കുണ്ടാവുക. ആ പ്രയാസം ചുരുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്ന് മാത്രം. നമ്മളെ പൂർണ്ണമായി നോക്കുന്ന നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. മറിച്ച് നമ്മളെ ഡ്രീമുകൾക്ക് വേണ്ടി നമുക്ക് കുട്ടികളെ നോക്കുന്നതോടൊപ്പം നല്ല രീതിയിൽ നോക്കണം. നമുക്ക് വലിയൊരു ഉത്തരവാദിത്തമാണ് നമ്മളെ മക്കളെന്ന് വെച്ചാൽ. നമുക്കൊരു ഒരു അമാനത്ത് പോലെ നമുക്ക് ഏൽപ്പിക്കപ്പെട്ടതാണ് നമ്മളെ മക്കൾ. നമ്മൾ അടിക്കുകയും തൊയ്ക്കും, പല രീതിയിൽ ഉപദ്രവിക്കുകയും ചെയ്യുമ്പോൾ ചില അങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. ചെറിയ കുട്ടിയെ പോലും അടിക്കുന്ന, പല പെൺകുട്ടികൾ അടിക്കുന്ന നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് പറയാം, അങ്ങനെ അടിച്ചും തൊയ്ച്ചും അല്ല നമ്മൾ കുട്ടികളെ നന്നാക്കേണ്ടത്. എൻ്റെ ഭാര്യയോടായാലും എൻ്റെ പെങ്ങന്മാരോട് ഞാൻ സ്ഥിരമായി പറയുന്നൊരു വാക്കാണ്. നിങ്ങൾക്കറിയാം, 5-6 പെൺകുട്ടികൾ സഹോദരിമാരുണ്ട്. ഒരുപാട് പെൺകുട്ടികളായി ഇടപെട്ട പരിചയമുണ്ട്. ഒരുപാട് കുടുംബത്തിലുള്ള ഒരുപാട് പെൺകുട്ടികളെ നമ്മൾ മെസ്സേജ് അയക്കുകയും സംസാരിക്കുകയും അവരുടെ കാര്യങ്ങൾ തിരക്കുകയും അങ്ങനെ പല രീതിയിലുള്ള ബന്ധം സ്ത്രീകളുമായി ഉള്ളതുകൊണ്ട് പറയാം. ഒരുപാട് ആളുകൾ പെൺകുട്ടികളുടെ പ്രശ്നം എന്ന് വെച്ചാൽ, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, വിവാഹത്തോടു കൂടി കഴിഞ്ഞു, അല്ലെങ്കിൽ കുട്ടികളായതോടു കൂടി കഴിഞ്ഞു എന്ന് പറയാറുണ്ട്. അങ്ങനെയല്ല,
നമ്മളെ വാഷിംഗ് മെഷീൻ സൗണ്ട് വലിക്കുന്നുണ്ടല്ലേ. പല സ്ത്രീകളും കേൾക്കുന്ന മറ്റു സൗണ്ടായിരിക്കും, എൻ്റെ സൗണ്ടിനേക്കാൾ വാഷിംഗ് മെഷീൻ്റെ സൗണ്ട്. അത് നിങ്ങളെ കുഴപ്പമല്ല, നമ്മളെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ അതിനപ്പുറം എന്തെന്ന് ചിന്തിക്കേണ്ട ഒരു ആ മെൻറ്റാലിറ്റിയാണ് അവർക്ക് ഉണ്ടാവുക. കാരണം നമ്മൾ ഫോൺ വിളിച്ച് വീട്ടിലൊക്കെ സംസാരിക്കുമ്പോൾ ഭാര്യ ചോദിക്കും അയാൾ എന്ത് പറയും, അവിടെ എന്ത് ശബ്ദം കേൾക്കുന്നു. അത് സ്ത്രീകളെ അങ്ങനെ അവരെ പ്രകൃതി, കാരണം അതറിയേണ്ട ഒരു ടെൻഡൻസി ഉണ്ടാവും. അതുപോലെ ഈ വാഷിംഗ് മെഷീൻ്റെ സൗണ്ടാണ്, നിങ്ങൾ വിഷമിക്കേണ്ട. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളായി അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ 1-2 കുട്ടികളായി നമ്മളെ സ്വപ്നങ്ങളെല്ലാം അടച്ച് നല്ല തച്ചോടഞ്ഞ് എന്ന് വിചാരിക്കേണ്ട. അത് നിങ്ങൾ ആ സ്വപ്നത്തിന് വേണ്ടി നിങ്ങളെ കുട്ടികളെ നന്നാക്കി വളർത്താണെങ്കിൽ അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു. ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി പറഞ്ഞത് ഞാൻ കേട്ടത്. അപ്പോൾ ആ പെൺകുട്ടി പറയാം, ചെറുപ്പകാലത്ത് ഒരുപാട് കഷ്ടപ്പെട്ട കോളേജിൽ പോകുമ്പോൾ 15 മിനിറ്റ് ഞാൻ നടന്നു പോകുമായിരുന്നു. കാരണം ഓട്ടോയിൽ പോകാൻ പൈസ ഇല്ല, നടന്നു പോകണം 15 മിനിറ്റ്, ഒരുപാട് പ്രയാസത്തിലാണ്. അതുപോലെ ആ സമയത്ത് പോലും ആ പെൺകുട്ടി ചിന്തിക്കും എത്ര ആ മാഷിന് എത്ര ശമ്പളം ഉണ്ടാവും, ആ HM എത്ര ശമ്പളം ഉണ്ടാവും. ചെറിയ പ്രായത്തിൽ ചോദിക്കും എത്ര ശമ്പളം നിങ്ങളെ. കാരണം ആ സമ്പത്തിൻ്റെ ആ പ്രയാസത്തിൽ ജീവിച്ചും കൊണ്ട് ഇങ്ങനെയൊക്കെ നല്ല ശമ്പളം കിട്ടുമല്ലോ, ഇത്ര പഠിച്ചാൽ നല്ല പൈസ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഒരുപാട് ആഗ്രഹം, നല്ല ഐഫോൺ, നല്ല ഫോൺ വാങ്ങിക്കുക, നല്ല വസ്ത്രം വാങ്ങിക്കുക, ഉപ്പാനെ കാത്തുകണ്ട, ഉമ്മാനെ കാത്തുകണ്ട, ആരെയും കാത്തുകണ്ട, ആരെ ആശ്രയിക്കേണ്ട, സ്വന്തമായിട്ട് വാങ്ങാലോ, നല്ല നല്ല ഡ്രീമുകൾ സെറ്റ് ചെയ്യാലോ എന്നൊക്കെ ആ കുട്ടി വിചാരിക്കത്തില്ല. ഇപ്പോൾ ആ കുട്ടി സമ്പാദിക്കുന്നത് 10 ദിവസത്തിൽ 15 ദിവസത്തിൽ മണിക്കൂറുകൾ കൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന കുട്ടിയായി മാറിയിട്ടുണ്ട് ആ കുട്ടി. അപ്പോൾ അത് ചെറുപ്പത്തിലേ അതായിരുന്നു ചിന്ത, അങ്ങനെ ആഗ്രഹമായിരുന്നു. നമുക്കോ ഈ അടുത്ത കാലത്ത് ഒരു വിധവ എന്നോട് പറഞ്ഞത്, വിധവകളുടെ കാര്യം ഒരുപാട് മുമ്പൊക്കെ വീഡിയോ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഒരു വിധവ പറഞ്ഞത് 2-3,000 കിട്ടിയാൽ മാസം ഞാൻ സുഖമായി ജീവിക്കും. 2-3,000 നമ്മൾ 10,000, 15,000, 20,000 ഒക്കെ ചിലവിനയക്കുമ്പോൾ വീട്ടിൽ തയ്യാത്ത അവസ്ഥയാണ്. ആ പെൺകുട്ടി പറയാണ് 2-3,000 ഉണ്ടെങ്കിൽ ഞാൻ ജീവിക്കുമായിരുന്നു, 2-3,000 വേണ്ടി പോലും എനിക്ക് ആ അവസ്ഥയില്ല. നമ്മളവരെ സഹായിച്ചു, നമ്മളവർക്ക് ഒരു ടൈലർ മെഷീൻ വാങ്ങിക്കൊടുത്തു. നമ്മൾ പറഞ്ഞു നിങ്ങൾ ഇനി ഇത് വെച്ച് തുന്നി നിങ്ങൾക്ക് 2,000-3,000 അതിലധികം നിങ്ങൾക്ക് സമ്പാദിക്കാം. അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ഡ്രീമുകൾ കഴിവുണ്ടാവും. സംസാരിക്കേണ്ട ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ ക്ലാസ് എടുക്കുന്ന പെൺകുട്ടികൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ എത്ര പാങ്ങില പഠിപ്പിക്കുക എന്ന കഴിവ് പുരുഷനേക്കാൾ സ്ത്രീക്കാളില്ല. കാരണം ഏറ്റവും കൂടുതൽ ഇപ്പോൾ നിങ്ങളെ ഭർത്താവിൻ്റെ അടുത്ത് നിങ്ങൾ വണ്ടി ഓടിക്ക് പഠിക്കാൻ തീരുമാനിക്കാം, എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾക്ക് വണ്ടിയെ പഠിക്കാനില്ല, ഭർത്താവ് ചിലപ്പോൾ ഒരു ഭാര്യ പറഞ്ഞതാണ്, 2 ചിലപ്പോൾ മേടിക്കളയും തലക്ക്. കാരണം എത്ര കൂട്ടം പറഞ്ഞാലും എനിക്ക് തലക്ക് പോകാതിരിക്കും. നേരെ മറ്റ് സ്ത്രീകളാണ് പഠിപ്പിക്കുന്നെങ്കിലോ ഭയങ്കര ക്ഷമയോടെ പഠിപ്പിക്കും. കാരണം നിങ്ങളെ കുട്ടികളെ നിങ്ങൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളെ കുട്ടികളെ നിങ്ങൾ അങ്ങനെ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കുട്ടിയെ ഞാൻ എൻ്റെ 3 കുട്ടികൾ നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരു കുട്ടിയെ ഞാൻ ഇങ്ങനെ കണ്ണി വെച്ച് പോയിപ്പിച്ച് എന്തെങ്കിലും കുരുത്തക്കടാക്കുമ്പോൾ എന്ന് വിചാരിക്കാം. പിന്നെ ആ കുട്ടി ചിലപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ എൻ്റെ അടുത്ത് വരില്ല. കാരണം അത്ര നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, അടുപ്പമുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ എൻ്റെ മുഖഭാവം മാറിയത് കൊണ്ട് അവൾ പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വരില്ല. അല്ലെങ്കിൽ ഞാൻ ഒന്ന് നല്ലൊരു നുള്ളി ഒരു ചെവിക്കൊരു പിടിച്ച് ഇങ്ങനെ എന്തെങ്കിലും ഇത്ര മറപ്പാക്കുക, എന്തെങ്കിലും അവിടെ ഇത് പൊട്ടിച്ച് എന്തെങ്കിലും മറപ്പാക്കിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തെന്ന് വിചാരിക്കാം. പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വരില്ല. നേരെ മറിച്ച് എൻ്റെ ഭാര്യ ഒറ്റയടിയെന്ന് കൊടുത്തു വിചാരിക്കാം. എന്നാലും ആ കുട്ടി സെക്കൻഡുകൾ കൊണ്ട് മാതാവിൻ്റെ അടുത്തേക്ക് കോത്തു പിടിക്കാൻ വരും, ആലിംഗനം ചെയ്യാൻ, സംസാരിക്കാൻ, എന്തെങ്കിലും ചോദിക്കാനൊക്കെ വരും. മിനിറ്റുകൾ കൊണ്ട് വരും. കാരണം എന്താ, ആ മുഖഭാവം ആ സമയത്ത് മാത്രമേ ഭാര്യയ്ക്ക് ആ മുഖഭാവം ഇല്ലൂ. മറ്റു സമയത്തെല്ലാം മുഖഭാവം അപ്പം തന്നെ മാറ്റേണ്ട ഒരു കഴിവ് സ്ത്രീകൾക്കുണ്ട്. അതുപോലെ പഠിപ്പിക്കേണ്ട കഴിവ് നിങ്ങൾക്കുണ്ട്, ഒരുപാട് കഴിവുകളുണ്ട്. നിങ്ങൾ ആ കഴിവ് നിങ്ങൾ പുറത്തെടുക്കുക. അപ്പോൾ പ്രശ്നങ്ങൾ ഒരുപാട്, എനിക്ക് ആഗ്രഹങ്ങളുണ്ടായിരുന്നു, ഒന്നും നടന്നില്ല എന്ന് വിചാരിക്കുന്ന പെൺകുട്ടികൾ, നിങ്ങൾ ആഗ്രഹത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നാണ് നമ്മൾ തിരിച്ചങ്ങോട്ട് ചോദിക്കുന്നത് നിങ്ങളോട്. ഈ അടുത്ത കാലത്ത് മറ്റൊരു സ്ത്രീ, അവർ ഒരുപാട് പ്രയാസം, നാട്ടിലാണ്, ഞാൻ സംഭവം വിവരിക്കുന്നില്ല, മറിച്ച് നമ്മളൊരു പ്രദേശത്തില്ല. അപ്പോൾ അവർ ഒരുപാട് ഇങ്ങനെ വിഷമങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് കഴിവുള്ളത്, നിങ്ങൾക്ക് എന്തൊക്കെ പലഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മളത് സഹായിക്കാം. ഇപ്പം ഒരു 1,000-2,000 അമ്മ അയച്ചു കൊടുക്കാം, ശരി. പക്ഷെ അതുകൊണ്ട് അവർക്ക് സ്ഥിരമായിട്ട് എല്ലാ മാസവും ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അത് അവർ പറഞ്ഞു ഇന്നൊരു കഴിവാണല്ലോ. അപ്പം നമ്മൾ ആ കഴിവിനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടൊരു സംഭവം ചെയ്തു കൊടുത്തു. അപ്പോൾ അവർക്ക് എന്തുണ്ടായി, അവർ മാസം ഇപ്പോൾ സമ്പാദിക്കുന്നത്, അവർ വിധവയാണ്, 2 മക്കളെ നല്ല പാലിൽ നോക്കുന്നു. ഇപ്പോൾ എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം നമ്മളൊരു കാര്യം ചെയ്തു. അതുപോലെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു സ്ത്രീ, മറ്റൊരാൾക്ക് പറഞ്ഞ കഥ, ഒരു സ്ത്രീ പറഞ്ഞത്ര ഇങ്ങനെ ഭയങ്കര വിഷമമുണ്ട്, എനിക്ക് ഒരുപാട് സ്വന്തമായിട്ട് സമ്പാദിക്കണം എന്നും കഴിയും. അപ്പോൾ അവർ ചോദിച്ചു നിങ്ങൾക്ക് എന്താ കഴിവുണ്ട്? ഭയങ്കരമായ പലഹാരം ഉണ്ടാക്കേണ്ട കഴിവുണ്ട് കുട്ടി. ചില സ്ത്രീകൾക്ക് അച്ചാറൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര കഴിവുണ്ടാവും, ചിലർക്ക് പഠിപ്പിക്കുന്നതായിരിക്കും, ഞാൻ പറഞ്ഞു, ചിലർക്ക് പലഹാരം ഉണ്ടാക്കാൻ, ചിലർ കേക്ക് ഉണ്ടാക്കാൻ, അങ്ങനെ പല രീതിയിലുള്ള കഴിവ് നിങ്ങളുണ്ടാവും. നിങ്ങൾ ആ കഴിവ് നിങ്ങൾ പുറത്തെടുക്കണം. നിങ്ങൾക്ക് ഒരു കുട്ടിയായത് കൊണ്ടോ 2 കുട്ടിയായത് കൊണ്ടോ ഭർത്താവുള്ളത് കൊണ്ടോ വേറൊരു വീട്ടിലേക്ക് താമസം മാറിയത് കൊണ്ടോ ഒന്നും നിങ്ങളെ കഴിവുകൾ നിങ്ങൾ നശിപ്പിച്ച് കളയരുത്, പുറത്തെടുക്കാതൊക്കെയത്. ഒരു പടി, ഞാൻ പറഞ്ഞില്ല, പലപ്പോഴും ഞാൻ ചിത്രം വരക്കാറ് ഏണിയുടെ ചിത്രം, എന്താ 1 പടി കയറി, 2 പടി കയറി, 3 പടി കയറി, ഇങ്ങനെ പടികളുടെ ചിത്രം വരക്കാറ്. ഒരു പടി കയറിയാലേ മറ്റേ പടി കയറാൻ നമുക്ക് തോന്നും. ഒരുപാട് വലിയ മലകളൊക്കെ കയറുന്ന ആളുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ?
എങ്ങനെയാണ് കൈവേദന, കാലുവേദന, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് വേദനകൾ, മഞ്ഞൊതിക്കുന്നൊക്കെ കയറിയാൽ പറ്റ വലിക്കും, പുറം മേലും കൈ ഒന്നാകെ വലിക്കും. നല്ല കയറിയിട്ട് അവിടെ എത്തിയിട്ടാകുമ്പോൾ ഭയങ്കര റിലാക്സ് ആയിരിക്കും, ശാന്തിയായിരിക്കും, സമാധാനമായിരിക്കും അല്ലേ. അപ്പം അതുപോലെയാണ് ഒരു പടി കയറാതെ മറ്റേ പടി കയറേണ്ട ചിന്തകളിലേക്ക് വരില്ല. ഒരു കാര്യം നിങ്ങൾ പ്രവർത്തിക്കാതെ മറ്റൊരു അതിൻ്റെ അപ്പുറത്തെ സ്റ്റെപ്പ് കിട്ടില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യണം. ഒരുപാട് അപ്പുറത്തും ഇപ്പുറത്തും അനുകൂലമായി തന്നെ എല്ലാവരും പറയണമെന്നില്ല, പ്രതികൂലമായ സാഹചര്യത്തിൽ നമ്മൾ കടന്നു പോകേണ്ടി വരും. പലരും പല കമന്റ്, നിങ്ങൾക്കത് പ്രാന്ത കേൾക്കാൻ, നിങ്ങൾക്കത് ഒരു ടൈലറിംഗ് വിഷയം മേടിച്ചാൽ നിങ്ങൾക്ക് തുന്നാൻ വേണ്ടി പ്രാന്ത, നിങ്ങൾക്ക് അത്യാവശ്യം എൻ്റെ മാപ്പിള തരുന്നില്ല എന്നൊക്കെ പറയും. എന്നാലും സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യണം. അതുപോലെ നിങ്ങളെ കഴിവ്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷ അറിയാം, അല്ലെങ്കിൽ തമിഴ് അറിയാം, അല്ലെങ്കിൽ ഹിന്ദി അറിയാം, അത് പഠിപ്പിക്കുക. നിങ്ങളെ മുഖം പോലും കാണുന്നില്ല. പല സ്ത്രീകൾ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്ന നിങ്ങൾ കാണാറില്ല. അവരെ മുഖം പോകുന്നതിൽ കാണുന്നില്ല, കൈൻ്റെ ആകെ ഇത്ര ഭാഗമേ കാണുന്നുണ്ടാവും. എന്നിട്ട് അവർ വീഡിയോ ചെയ്യുമ്പോൾ നമുക്കറിയാം, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യ ഉണ്ട്, അവർ യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട്. അവരെ കണ്ടിട്ടേ ഇല്ല ഇന്ന് ആ ചാനലിൽ ഒരാളും ആ പെൺകുട്ടി ആ സ്ത്രീയെ കണ്ടിട്ടില്ല. മറിച്ച് അവർ ഒരു വാക്കുകൾ ഇങ്ങനെ പറയും, ഓരോ സാധനം ഉണ്ടാക്കും, അതിനെ പഠിപ്പിക്കും. ഉണ്ടാക്കാൻ പഠിപ്പിക്കേണ്ട കഴിവ് സ്ത്രീകളെക്കാൾ മറ്റാർക്കും ഉണ്ടാവില്ല. അത്രയും കഴിവ് നിങ്ങൾക്കുണ്ട്. നിങ്ങളെ കഴിവ് എന്താണ്, നിങ്ങളെ കഴിവ് പുറത്തെടുക്കുക. അങ്ങനെ ആ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് പ്രശ്നം? ഞാൻ പറഞ്ഞില്ല, നീച്ചാക്കില്ലല്ലോ വർത്താനം. അപ്പോൾ ആ സ്ത്രീയോട് ചോദിച്ചു എന്താ കഴിവില്ല. അപ്പോൾ ഒരുപാട് നല്ല നല്ല പലഹാരങ്ങൾ അവർക്ക് ഉണ്ടാക്കാറിയാം. അങ്ങനെ അവരിന്ന് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട്. പലഹാരം ഉണ്ടാക്കിയിട്ട് കൊടുത്ത് അത് ഹോൾസെയിലായി സെയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പപ്പടം ഉണ്ടാക്കുന്ന സ്ത്രീകളെ കുറിച്ച് നിങ്ങൾ കണ്ടിട്ടില്ലേ, ലക്ഷങ്ങൾ സമ്പാദിക്കുന്നത്. പിന്നെ മോഡലിങ്ങിൽ ഒരുപാട് കാര്യത്തിൽ അങ്ങനെ എക്സെട്ര നിങ്ങളുടെ കഴിവ്. കാരണം വ്യത്യസ്തമായ സ്ത്രീകളാണ് കേൾക്കുന്നത്. ചുരുങ്ങിയ സ്ത്രീകൾ 150-100 സ്ത്രീകളെ എൻ്റെ വർത്തമാനം കേൾക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാലും അതിൽ പ്രയാസം അനുഭവിക്കുന്ന, സാമ്പത്തികമായി പ്രയാസം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രീം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാണ്ട് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രശ്നമുണ്ട്, അങ്ങനെ എന്തും നിങ്ങൾ നല്ലൊരു സുഹൃത്തുമായി പങ്കുവെക്കുക, നല്ലൊരു കൂട്ടുകാരിയുമായി പങ്കുവെക്കുക. എന്നിട്ട് ചോദിക്കാൻ എന്ത് ചെയ്യണം ഈ ഭാഗത്ത്, അല്ലെങ്കിൽ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഭർത്താവോട് ചോദിക്കാൻ എനിക്ക് ഇങ്ങനെ ആഗ്രഹമുണ്ട്, ഇതിന് വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ പല രീതിയിൽ, ഏത് രീതിയിലൊക്കെ മുട്ടുവിൻ തുറക്കപ്പെടും, ചോദിക്കുവിൻ നൽകപ്പെടും, അന്വേഷിപ്പിൻ തേടിപ്പിൻ കണ്ടെത്തുന്ന ബൈബിളിൽ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ. അപ്പം അതുപോലെ ചോദിക്കാതെ മുണ്ടാതെ പറയാതെ ഒന്നുമില്ല. കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ നിങ്ങൾ കേട്ടിട്ടില്ലേ. അതുപോലെ ചോദിക്കാതെ പറയാതെ ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് വെക്കാതെ മറ്റൊരു സ്റ്റെപ്പ് വെക്കേണ്ട ഇത് കിട്ടില്ല. അങ്ങനെ എല്ലാത്തിനും നിങ്ങൾ മുൻകിട്ട് ഇറങ്ങുക, അതിന് വേണ്ടി ചെയ്യുക. രാവിലെ ചിലപ്പോൾ എന്നേക്കേണ്ടി വരും, നിങ്ങൾ ഉറക്കം ചിലപ്പോൾ നഷ്ടപ്പെടുത്തേണ്ടി വരും, നിങ്ങൾ യൂട്യൂബിൽ ഇങ്ങനെ റീൽസ് നോക്കുന്നത് ചിലപ്പോൾ മാറ്റി വെക്കേണ്ടി വരും, അതൊക്കെ ചെയ്യേണ്ടി വരും. എന്തെങ്കിലും ഒരു അച്ചീവ് ചെയ്യാൻ കുറച്ച് കാലത്തേക്ക്, കുറച്ച് സമയത്തേക്ക് മാത്രം ചെയ്താൽ മതിയാവും, പിന്നെ ഉഷാറാവും. അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ചില ആളുകൾ പറയുകയാണ് കുട്ടിയെ നല്ല പോലെ വളർത്തണം, നല്ല ഒരു കുട്ടിയാക്കി എടുക്കണം. പക്ഷെ നിങ്ങളെ കുട്ടി നിങ്ങളെ കോപ്പി തന്നെ ആയിരിക്കും, എൻ്റെ കുട്ടി എൻ്റെ കോപ്പി തന്നെ ആയിരിക്കും. നമ്മൾ അതിന് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിൽ. കാരണം പല സ്ഥലത്തും കുട്ടികളൊക്കെ ഇങ്ങനെ പിടിച്ചു വെക്കുന്ന, ഉപദ്രവിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. മാതാക്കളും ഭയങ്കര ക്രൂരമായി പെരുമാറുന്നു. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമുക്ക് അമാനത്തായിട്ട് ഒരു സൂക്ഷിപ്പിക്കാൻ വേണ്ടി മാത്രം, കുറച്ച് കാലത്തേക്ക് സൂക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ആ മക്കളെ നമുക്ക് നൽകിയത്. മക്കളില്ലാതെ ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, ഭർത്താവില്ലാതെ ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അവരെ ഇതുകൊണ്ട് സംസാരിക്കുകയല്ല, അങ്ങനെ പ്രയാസപ്പെടുന്നവരുണ്ട്. മറിച്ച് ഉള്ളവർക്ക് അത് വലിയ അനുഗ്രഹമാണ്, ഒരു അമാനത്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയെന്ന് മാത്രം നോക്കാൻ വേണ്ടി, തൽക്കാലത്തേക്ക് പൂർണ്ണമായിട്ട് നോക്കാനില്ല, കുറച്ച് കാലത്തേക്ക് നോക്കാൻ വേണ്ടി മാത്രം എന്ന് വിചാരിക്കുക. അതുകൊണ്ട് അതിൻ്റെതായ രീതിയിൽ നമ്മൾ നോക്കുക. പഠിച്ചോ നാളെ ചോദ്യം ചെയ്യപ്പെടും. മക്കളെ സംബന്ധിച്ച് മക്കളെ നേരെ നോക്കിയോ, നേരെ വളർത്തിയോ, ഭാര്യയെ നിങ്ങൾ നോക്കിയോ, ഭർത്താവിനോട് നിങ്ങൾ കടമകൾ നിങ്ങൾ ചെയ്തോ, അതുപോലെ പലതും നമ്മൾ ചോദിക്കപ്പെടാനുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങളുടെ ഡ്രീമിന് വേണ്ടി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൂർണ്ണമായി മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ ഡ്രീമിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക, എന്തെങ്കിലും ഒന്ന് പഠിക്കുക, എന്തെങ്കിലും ഒന്ന് ചെയ്യുക, എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കുക, തുടങ്ങുക. പല മോശം കമൻറ്റുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, ഫസ്റ്റ് കേൾക്കേണ്ടി വരും. അതൊന്ന് ഈ ചെവിയിൽ കേൾക്കുക, ഈ ചെവിയിൽ വിടുക. പല ഇത് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ആളുകൾ ചോദിക്കും നിൽക്കുന്നത് പ്രാന്താ, നിൽക്കുന്നത് വേറെ പണിയില്ലേ, പറഞ്ഞ് നമുക്ക് 800-ലധികം സബ്സ്ക്രൈബേഴ്സ് ആയി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ കൂടുതൽ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. നിങ്ങൾ എന്തെങ്കിലും ഒരു ഡ്രീമിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ച് തുടങ്ങുക. പിന്നെ തുടങ്ങിയാൽ മതി, പിന്നെ നിങ്ങൾ ഉഷാറായിക്കോളും, പിന്നെ സപ്പോർട്ട് കിട്ടിക്കോളും, പിന്നെ ഉഷാറായിക്കോളും, പിന്നെ സമ്പത്ത് വന്നോളും. ഓക്കെ, തുടങ്ങി വെക്കുക. ഓക്കെ.